നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞുവോ പഠിപ്പിച്ചുവോ അംഗീകരിച്ചുവോ ആ കാര്യങ്ങൾ പിന്തുടരുക. അപ്പൊ അതിൽ ഫർളും പെടും സുന്നത്തും പെടും. അനുസരണം എന്ന് പറഞ്ഞാൽ അതിൽ കൽപ്പന അനുസരിക്കലേ വരുന്നുള്ളൂ. ഹദീസുകളിൽ എമ്പാടും കാര്യങ്ങൾ കൽപ്പനകൾക്കപ്പുറം നബി പറയുകയും നിർദ്ദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സുന്നത്തായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൽപ്പനകൾ മാത്രം പാലിച്ചാൽ പോരാ, നബി പഠിപ്പിച്ച കാര്യങ്ങളെ, നബി ജീവിച്ചു കാണിച്ച നടപടിക്രമങ്ങളെ പിന്തുടരുകയും ചെയ്യണം. ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ ഫിഖ്ഹിയായ മസലകൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ, ഇപ്പൊ സലഫി ഉലമാക്കളിൽ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് നിർബന്ധമാണോ അല്ല സുന്നത്താണോ എന്ന് തർക്കമുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്നു എടുക്കുമ്പോ മൂക്കിൽ വെള്ളം വലിച്ചു കയറ്റി പുറത്തേക്ക് ചീറ്റുക, ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് സലഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, അല്ലാത്തവരുണ്ട്. ഈ സലഫികളിൽ തന്നെ, സലഫി പണ്ഡിതന്മാർ തന്നെ ചില ആളുകൾ അത് നിർബന്ധമല്ല, പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തഹിയ്യാത്തിൽ അവസാനത്തിൽ സലാം വിട്ടതിന് മുമ്പ് 4 കാര്യങ്ങൾ രക്ഷ തേടുന്നു, ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് സുന്നത്താണ്. അപ്പൊ സുന്നത്താണ് എന്താ, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നിർബന്ധം എന്നാലോ എടുത്തിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാവില്ല. അപ്പൊ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഷെയ്ഖ് ഉസൈമീൻ പറയാൻ, ഇതിലൊക്കെ നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി എന്താ? നബിയെ ഇത്തിബാഅ് ചെയ്യലാൻ. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നബി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നബി അത് അംഗീകരിച്ചിട്ടുണ്ടോ? എങ്കിൽ അത് റുക്നാണോ, വാജിബാണോ, ഫർളാണോ, സുന്നത്താണോ അല്ലേ എന്നൊന്നും നോക്കാതെ നബിയുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകയാണ് എന്ന നിലക്ക് നബി ചെയ്തുവോ നബിയെ പിൻപറ്റുക. അവിടെ കൽപ്പനയാണോ റുക്നാണോ തർക്കത്തിലേക്ക് പോകണ്ട. ഇത് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴിയാണെന്ന് ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞു കാണാം. അപ്പൊ പരലോകത്തെത്തി, അപ്പൊ ഒന്നെടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം വലിച്ചു കയറ്റി ചീറ്റിയിട്ടില്ല. അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല? അപ്പൊ എന്നെ മൗലവി അല്ല, എന്നെ ഉലമ അല്ലെങ്കിൽ എന്നെ ഇമാമ് അങ്ങനെ പറഞ്ഞു സുന്നത്താന്ന് പറഞ്ഞോട് ഞാനേ ചെയ്തില്ല. അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ്, നിനക്ക് നബിയെ പിൻപറ്റിയാൽ പോരായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചില്ലേ എന്ന് ചോദിച്ചാൽ നമുക്കവിടെ മറുപടി ചെയ്യാനില്ല. നേരെ മറിച്ച് ഫർളായാലും സുന്നത്തായാലും ശരി, നബി പഠിപ്പിച്ച നബിയുടെ സുന്നത്താണ്, മാതൃകയാണ് എന്നുള്ള നിലക്ക് നബിയെ മാതൃകയാക്കി ആ തർക്കത്തിന്റെ കീറി അന്വേഷിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ചുഴിഞ്ഞന്വേഷിക്കുന്ന ആ ഏർപ്പാടിലേക്ക് പോകാതെ, സുന്നത്തും ഫർളും ഒക്കെ പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല, അതിന്റെ പ്രാധാന്യത്തിന് വേണ്ടി പഠിക്കാം. പക്ഷേ ഒഴിവായി കിട്ടാൻ വേണ്ടി പഠിച്ചാൽ എന്താ, സുന്നത്തല്ലൽക്ക് ഒഴിവാക്കും. അപ്പോ അതിനേക്കാൾ രക്ഷപ്പെടാൻ വഴി നബിയെ പിൻപറ്റലാണ്. അപ്പൊ അനുസരിക്കുന്നത് മോക്ഷത്തിന്റെ മാർഗമാണ്, പിൻപറ്റുക എന്ന് പറയുന്നതും മോക്ഷത്തിന്റെ മാർഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആരാധിക്കപ്പെടേണ്ടവൻ അത് ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അതാരാ? അള്ളാഹുവാൻ. ഇതേപോലെ പിൻപറ്റപ്പെടേണ്ടവൻ അത് ഒരുത്തനേ ഉള്ളൂ, അത് നബിയാണ്. അനുസരിക്കപ്പെടേണ്ടവൻ രണ്ടുണ്ട്, അള്ളാഹുവും റസൂൽ, രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിൻപറ്റുക എന്ന് പറയുന്നത് ഒരുത്തനെ മാത്രമേ പിൻപറ്റേണ്ടതുള്ളൂ, അത് അള്ളാഹുവിന്റെ റസൂലാണ്. ഇത് ഖുർആനിലെ പ്രയോഗങ്ങൾ അനുസരിച്ച് ആയത്തുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും.